ദക്ഷിണേന്ത്യൻ പര്യടനത്തോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതുവർഷത്തിന് തുടക്കമിട്ടത്. പ്രധാനമന്ത്രി ജനുവരി 2-ന് തമിഴ്നാട്ടിൽ പര്യടനം നടത്തി. ജനുവരി 3-ന് കേരളത്തിലാണ്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് ദക്ഷിണേന്ത്യയിലാണ് BJP ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ 131 ലോക്സഭാ സീറ്റുകളിൽ പരമാവധി സീറ്റുകൾ നേടിയെടുക്കുവാനാണ് BJPയുടെ ശ്രമം. ഇവിടെ പാർട്ടി ദുർബലമാണ്. ഇവിടെ BJPയേക്കാൾ ജനപ്രീതിയാണ് പ്രധാനമന്ത്രിക്കുള്ളത്. അത് പ്രയോജനപ്പെടുത്താനാണ് ഇപ്പോഴത്തെ ഈ പര്യടനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോക്സഭയുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലായി ആകെ 131 സീറ്റുകളാണുള്ളത്. തമിഴ്നാട്ടിൽ 39-ഉം പുതുച്ചേരി 1-ഉം കർണാടകയിൽ 28-ഉം ആന്ധ്രാപ്രദേശിൽ 25-ഉം തെലങ്കാനയിൽ 17-ഉം കേരളത്തിൽ 20-ഉം ലക്ഷദ്വീപിൽ 1 ഇങ്ങനെയാണ് ആ സീറ്റ് നില. ഇതിലാകെ 29 MP-മാരാണ് BJPക്കുള്ളത്. അതിൽ കർണാടകയിൽ 25-ഉം തെലങ്കാനയിൽ 4-ഉം മാത്രമാണ് നിലവിൽ BJPക്ക് MP-മാരുള്ളത്. ഇത് വർദ്ധിപ്പിക്കുവാനാണ് BJPയുടെ നീക്കം. ഇതിൽ ഏറ്റവും വലിയ സംസ്ഥാനമാണ് തമിഴ്നാട്. ഇവിടെ 2 ദ്രാവിഡ പാർട്ടികൾ തമ്മിലാണ് പോരാട്ടം. കഴിഞ്ഞ 5 പതിറ്റാണ്ടായി ഇതേ ചിത്രം തന്നെയാണ് തമിഴ്നാട്ടിലുള്ളത്. കഴിഞ്ഞ തവണ BJP അണ്ണാ-DMKയുടെ കൂടെയായിരുന്നു. എന്നാൽ ഇപ്പോൾ അണ്ണാ-DMK BJPയെ കൈവിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചെറു പാർട്ടികളെ ഒപ്പം കൂട്ടി BJP വലിയ വിജയം നേടുന്ന സാഹചര്യമല്ല തമിഴ്നാട്ടിലുള്ളത്. കഴിഞ്ഞ തവണ അണ്ണാ-DMK സഖ്യത്തിൽ നിന്നും BJP 5 സീറ്റുകളിൽ മത്സരിച്ചിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് കന്യാകുമാരി, സൗത്ത് ചെന്നൈ, കോയമ്പത്തൂർ, രാമനാഥപുരം തുടങ്ങിയ ചില സീറ്റുകൾ ലക്ഷ്യമിട്ടുള്ള പോരാട്ടത്തിനാണ് BJP ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ തവണ ലോക്സഭയിൽ 13% വോട്ട് നേടിയിട്ടും BJPക്ക് ഒരു സീറ്റ് പോലും ലഭിച്ചിരുന്നില്ല. കൂടാതെ നിയമസഭയിലും BJP 0-ആണ്. തിരുവനന്തപുരം, കാസർഗോഡ്, പത്തനംതിട്ട, തൃശൂർ തുടങ്ങി ചില സീറ്റുകളിൽ BJPക്ക് ശക്തിയുണ്ട്. കഴിഞ്ഞ ലോക്സഭയിൽ തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥി 2-ാം സ്ഥാനത്തായിരുന്നു. ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ തൃശൂർ പിടിച്ചെടുക്കുമെന്നുള്ള പ്രതീതിയും സൃഷ്ടിച്ചിട്ടുമുണ്ട്. കർണാടകയും തെലങ്കാനയും BJPക്ക് ദക്ഷിണേന്ത്യയിൽ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണ്. എന്നാൽ കർണാടകയിൽ BJPക്ക് ഇപ്പോഴുള്ള 25 സീറ്റുകൾ കൂടാൻ സാധ്യതയില്ല, മറിച്ച് അത് കുറയാനാണ് സാധ്യത. കർണാടകയിൽ BJP ദേവഗൌഡയുമായി സഖ്യത്തിലാണ്. 4 സീറ്റെങ്കിലും വിട്ടു നൽകാൻ BJP നിർബന്ധിതരാകും. അങ്ങനെയെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ജയിച്ച സീറ്റ് പോലും നൽകേണ്ടുന്ന സാഹചര്യമാണ് കർണാടകയിൽ നിലവിലുള്ളത്. എന്നാൽ നിയമസഭയിലെ തോൽവിയുടെ ഞെട്ടലിൽ ലോക്സഭയിൽ വലിയ വീഴ്ച ഉണ്ടാകാതിരിക്കാൻ ജനതാദളുമായി BJP സഖ്യമുണ്ടാക്കി മത്സരിക്കുമ്പോൾ അല്പം നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നതാണ് BJP കരുതുന്നത്. തെലങ്കാനയിൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ BJPക്ക് സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്. കോൺഗ്രസിന്റെ ശക്തമായ മുന്നേറ്റം തെലങ്കാനയിലുണ്ട്. അത് അതിജീവിക്കുവാനുള്ള കരുത്ത് ഇപ്പോൾ BJPക്ക് ഇല്ല എന്ന് തന്നെ പറയാം. ആന്ധ്രാപ്രദേശിലും BJPക്ക് കാര്യമായ സാന്നിധ്യമില്ല. ഇവിടെ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസിനെ വെല്ലുവിളിച്ച് ആ ബന്ധം അപകടത്തിലാക്കണോ എന്ന കാര്യം BJP ആലോചിക്കുന്നുണ്ട്. കാരണം പാർലമെന്റിലെ തന്ത്രപ്രധാനമായ ബില്ലുകൾ പാസാക്കുന്നതിനെ ജഗൻമോഹന്റെ പാർട്ടി പിന്തുണച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഈ സംസ്ഥാനത്തും കാര്യമായ ഒരു ചലനവും സൃഷ്ടിക്കാൻ BJPക്ക് സാധിക്കില്ല എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അല്പം സീറ്റുകൾ നേടി ഹിന്ദി ബെൽറ്റിന്റെ പാർട്ടി എന്ന പ്രതിച്ഛായ മാറ്റിയെടുക്കുവാനാണ് BJP ഇപ്പോൾ ശ്രമിക്കുന്നത്.